റീത്താമേ, 24 വർഷം മുമ്പ് നടന്ന സംഗതിയാ. അന്ന് എൽസമ്മ എന്റെ ഭാര്യയായിട്ടില്ല. എനിക്കിന്ന് മക്കളും ഉണ്ടായിട്ടില്ല. ആ സംഭവത്തിന് ശേഷം 3 or 4 വർഷം കഴിഞ്ഞ ഞാനും എൽസമ്മയും തമ്മിലെ മാരേജ് നടന്നത്. ഞാൻ അലീനയെ മകളായി സ്വീകരിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ എൽസമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യട്ടെ. ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നതേ ശവക്കല്ലറ വരെ കൊണ്ടുപോകണമെന്ന് ഒരു കോടതിയും നിർബന്ധിക്കില്ല. കൊള്ളാം, നല്ല മറുപടി. ഒരു കാര്യം മനസ്സിലാക്കിയോ സ്റ്റാൻലി, എൽസമ്മയും മക്കളും സ്റ്റാൻലിയുടെ രഹസ്യപുത്രിയെ പോലെ അനാഥരല്ല. പുളിക്കൽ തറവാട്ടിൽ എന്തിനു പോണ ആണുങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. എനിക്കും എൽസമ്മയ്ക്കും 1ഉം 2ഉം അല്ല ആങ്ങളമാര്, 4 പേരാ. അവര് ചോദിക്കും സ്റ്റാൻലിയോട്. അതും പോരെങ്കിൽ ഈ നാട്ടില് പോലീസുണ്ട്, കോടതിയുണ്ട്, നേതാക്കന്മാരുണ്ട്, പള്ളിയുണ്ട്, പാതിരിയുണ്ട്. ഇത് ഞങ്ങള് വെറുതെ വിടത്തില്ല സ്റ്റാൻലി. റീത്താമയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഒരു സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കിയേക്കണം. 24 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും വെട്ടാനും തിരുത്താനും ഇനി പറ്റില്ല. അലീനയുടെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലി ജോസഫിന്റെ പേര് മായ്ച്ചു കളയാനും പറ്റത്തില്ല. അത് സ്റ്റാൻലിയുടെ ന്യായം. പക്ഷേ ഈ നാട്ടിലെ നീതിമാന്മാര് നോക്കുമ്പോ യഥാർത്ഥ ന്യായം ഞങ്ങളുടെ പക്ഷത്തായിരിക്കും. ഇങ്ങനൊരു മകൾ ഉണ്ടായി പോയെങ്കിൽ തന്നെ അവളൊരു മകളായി അംഗീകരിക്കേണ്ട ആവശ്യം സ്റ്റാൻലിക്കില്ലായിരുന്നു. അവളെ ഇവിടെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കേണ്ട കാര്യം തീരെയില്ലായിരുന്നു. ഈ 2 തീരുമാനവും ഭയങ്കര തെറ്റായിപ്പോയി. ഇതുമൂലം ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും സ്റ്റാൻലി ഉണ്ടാക്കി വെച്ച അപമാനത്തിനും വേദനയ്ക്കും സ്റ്റാൻലി കണക്ക് പറയേണ്ടി വരും. ഓക്കെ, ഞാൻ കണക്ക് പറഞ്ഞോളാം. റീത്താമിക്ക് പറയാനുള്ളത് കഴിഞ്ഞെങ്കിൽ റീത്താമിക്ക് പോകാം. ഞാൻ പോവുക. പക്ഷേ ഇനിയും വരും. ഒറ്റയ്ക്കല്ല, വേണ്ടപ്പെട്ടവരെല്ലാരും ഉണ്ടാവും. ആയിക്കോട്ടെ, കാണാം. വാ മോളെ. ഇങ്ങനൊരപ്പന്റെ മോളായിട്ട് ജനിക്കേണ്ടി വന്നതാ നിന്റെയൊക്കെ ശാപം. ഇനി ഈ മുറിയിൽ നിന്നുകൊണ്ട് ഒരക്ഷരം സംസാരിക്കരുത്. വാ മോളെ. പൗലോസ് ഇപ്പൊ ഇവിടെ ഇല്ലേ? ഉണ്ട്, അവനെ എപ്പോഴും കൊക്ക്. എനിക്ക് അവനെ ഒന്ന് കാണണം. പൗലോസേ, പൗലോസേ. ആൻ്റെപ്പേട്ടാ, ഞാനിവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാടാ. അവൻ അടുക്കളയുണ്ട് ചേച്ചി. എടാ, റീത്താമ്മ ചേച്ചിക്ക് നിന്നെ കാണണമെന്ന്. ആ, റീത്താമ്മ ചേച്ചിയെ, എന്നാ ഉണ്ട് വിശേഷം? അഞ്ചൽ എല്ലാവർക്കും സ്വന്തം തന്നെ അല്ലയോ? അഞ്ചലിന്റെ കാര്യമൊന്നും പറയണ്ട. നീയൊക്കെ ഉണ്ടായിട്ടാണല്ലോ ഓരോ മൂദേവികള് ഇതിനകത്ത് വന്ന് കേറി കൂടുന്നത്. ഞങ്ങൾ എന്നാ ചെയ്യാനാ റീത്താമ്മ ചേച്ചി? കേണൽ സാറ് കൊണ്ടുവന്ന് താമസിപ്പിക്കല്ലയോ? മറുത്തൊരക്ഷരം മിണ്ടാൻ പറ്റുമോ? അവൾക്ക് കൂടെ വെച്ച് വിളമ്പി കൊടുക്കുന്നത് നീയല്ലേ? അതിപ്പോ എന്റെ തൊഴിലായി പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? എടാ, അവൾക്ക് വിളമ്പി കൊടുക്കുന്ന ആഹാരത്തില് കുറച്ച് സോഡാക്കാരമോ ഒരു നുള്ളു പാഷാണമോ ഒക്കെ ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് അതിന്റെ പുറകെ നമ്മൾ തൂങ്ങണോ? കൊലപാതക കേസാകത്തില്ലേ? കൊല്ലണോന്ന് ഞാൻ പറഞ്ഞോ? ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. എന്റെ അടുക്കള പിടിച്ചെടുക്കാൻ അവൾ പഠിച്ച അഭ്യാസങ്ങൾ മുഴുവൻ പയറ്റുന്നുണ്ട്. ഞാനൊരു ഇഞ്ചിന് വിട്ടുകൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. അത് ശരി, അവളിവിടെ അധികാരം പിടിക്കാനുള്ള പണി തുടങ്ങിയോ? എന്തോന്ന് ആൻ്റപ്പ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും അറിയാൻ മേല. ഇവനാണ് കള്ളന് കഞ്ഞി വെച്ചവൻ. ആരെന്ത് ചോദിച്ചാലും എനിക്കൊന്നും അറിയത്തില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാ. അങ്ങനെ പറഞ്ഞ പിന്നെ ശല്യമൊന്നും ഇല്ലല്ലോ.
ജീവിച്ചു പോയിക്കോട്ടെ റീത്താമ്മ ചേച്ചി. ഞാൻ ആർക്കൊരു ദോഷത്തിനുമില്ല. ഗുണത്തിനുമില്ല. അവൾ അയാളുടെ മകള് തന്നെയാണോടാ? അത് മകള് തന്നെയാണ്. എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പൊന്നുമില്ല റീതാമ്മ ചേച്ചി. നമ്മുടെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി അങ്ങനൊരു സ്ഥാനം കൊടുത്തതെന്നാ എനിക്ക് തോന്നുന്നു. ഇത്രയും കാലം ഇല്ലായിരുന്ന മകള് എങ്ങനെയുണ്ടായി? ആകാശത്ത് നിന്ന് പാരച്ചൂട്ടെ പറന്നിറങ്ങിയോ, അതോ ഭൂമിക്കടിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിവിരിഞ്ഞോ? അവളുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ എങ്ങനെയാ? ഭയങ്കര അഹങ്കാരിയാ. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നു. ബോഡി പുല്ലെന്ന് പറയാൻ പലതവണ ഞാൻ നാവെടുത്തതാ. പിന്നെ കേണൽ സാറിനെ ഓർത്ത് ഞാനങ്ങ് ക്ഷമിച്ചു. നീ തന്ത്രപരമായിട്ട് നിൽക്കണം പൗലോസേ. ഇവിടത്തെ കാര്യങ്ങൾ അറിയാനും പറയാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ആൻഡപ്പനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിർഗുണനാ. റീത്താമ്മ ചേച്ചി ഒരു കാര്യം ഓർത്തോ, ഈ വീടും എസ്റ്റേറ്റും അവള് കൊണ്ടുപോകും. അതിനും പോന്നോളാം. എവിടെയാ ആൻഡപ്പാ അവളുടെ മുറി? അവളെ ഒന്ന് കാണട്ടെ. കാണിച്ചു കൊടുക്കാൻ എന്റെ പെട്ട കാണണ്ട സാധനോ. വാ. വാ. ഇതാണ് അലീനയുടെ റൂം. ഇതിവിടുത്തെ ഗസ്റ്റ് റൂം അല്ലേ? വാതിൽ തുറക്ക്, തുറക്ക്, വേഗം തുറക്ക്, വാതിൽ തുറക്കാൻ. അടങ്ങി നിൽക്കൂ കൊച്ചേ. തുറക്ക്, വാതിൽ തുറക്ക്, തുറക്ക്, തുറക്കാൻ. ആരാ? മനസ്സിലായില്ലല്ലോ. ഇത് ഞാനാ ചേച്ചി, ടെൽസ. എന്റെ പപ്പയുടെ വീടാ ഇത്. ഞങ്ങള് പപ്പേനെ കാണാൻ വന്നതാ. എന്റെ പേര് അലീന. ഞാനും ഇവിടുത്തെ പപ്പയുടെ മോളാ. ആണോ? നമ്മള് രണ്ടുപേരും പപ്പയുടെ മോളാ അല്ലേ? പക്ഷേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. എല്ലാരെയും കാണാൻ വന്നതാ ഞാൻ. ഷെയ്ക്കാൻഡതാ. ഗ്ലാഡ് ടു മീറ്റ് യു. ഇതെന്റെ ചേച്ചിയാ, പപ്പയുടെ മോളാ. മിണ്ടാതിരുന്നോ. പപ്പയുടെ മോള്. ആ കയ്യിന്ന് വിട്. വിടാൻ. സ്റ്റാൻലിയുടെ സ്വത്ത് മോഹിച്ച് രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചതാണല്ലേടി. പക്ഷേ നീ ഒന്ന് ഓർത്തോ, 90 ദിവസം നീ ഇവിടെ തികക്കില്ല. റീതാമ്മ പറഞ്ഞതൊന്നും ഇന്നേ വരെ പാഴായി പോയിട്ടില്ല. എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കി തരാം ഞാൻ. അധികം വൈകാതെ നിനക്ക് എല്ലാം മനസ്സിലാകും. വാ മോളെ, പോകാം. ആ ആന്റി, ഏതാ ആന്റപ്പൻ ചേട്ടാ? അത് കേണൽ സാഹിബിന്റെ വൈഫിന്റെ ചേച്ചിയാ, റീത്താമ്മ. ആ പെൺകുട്ടി പപ്പയുടെ മോളാന്ന് പറഞ്ഞാ ശരിയാണോ? സംഗതി ശരിയെന്നാ. അയ്യോ, പാവം, നല്ലൊരു കൊച്ച്. അതിനെന്തു പറ്റിയതാ? ആർക്കറിയാം.
അത് കുഞ്ഞായിരിക്കുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഡോക്ടേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും കാണിച്ചില്ലേ? ആര് കാണിക്കാൻ? റീത്താമ്മയുടെ ഭരണം അവിടെ നടക്കുന്നത്. ആ സ്ത്രീ പറയണെന്ന് മറുത്ത് പറയാൻ ആരുമില്ല. ആ, പപ്പയുടെ മോളല്ലേ, പപ്പയ്ക്ക് പറഞ്ഞൂടെ? എന്റെ കുഞ്ഞെ, അതെല്ലാം കൈവിട്ടുപോയ കേസാ. കഷ്ടം. ആ, അവരെങ്ങോട്ടാ പോയത്? ഇനി തിരിച്ചു പോകാൻ തോന്നുന്നു. അവര് പപ്പയെ കണ്ടില്ലേ? കണ്ടു, കൂടിക്കാഴ്ചയെല്ലാം കഴിഞ്ഞതാ. ശോ, ഞാൻ ആ കൊച്ചിനെ ശരിക്കൊന്നും കണ്ടുപോലുമില്ലല്ലോ. എന്റെ അനിയത്തി കുട്ടിയല്ലേ അത്? വാ പോകാം. ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? ഇവിടെ വാ. ഞാൻ പപ്പയുടെ കൂടെ ഇവിടെ നിന്നോളാം. നിനക്ക് സ്കൂളിൽ പോട്ടെ, പഠിക്കണ്ടേ? ഇവിടെ സ്കൂളുണ്ടല്ലോ. അവിടെ നിന്നെ നോക്കാൻ ഞാനുണ്ട്, അങ്കിളുമാരുണ്ട്, നിന്റെ മമ്മിയുണ്ട്, നിന്റെ ചേച്ചിയുണ്ട്. ഇവിടെ ആരാ നിന്നെ നോക്കാനുള്ളത്? പപ്പ ഉണ്ടല്ലോ. പപ്പ 24 മണിക്കൂറും കുടിച്ച് കിറങ്ങിയിരിക്കുന്ന പപ്പ നിന്നെ നല്ലവണ്ണം നോക്കിക്കോളും. ചേച്ചി ഉണ്ടല്ലോ ഇവിടെ. ആരുടെ ചേച്ചി? പപ്പയുടെ മോളല്ലേ? ആണെന്ന് പറഞ്ഞല്ലോ. അപ്പ എന്റെ ചേച്ചിയല്ലേ? മിണ്ടി പോവരുത്. ഒരു ചേച്ചി വന്നിരിക്കുന്നു. കൊറേ കാശ് കൊടുത്ത് ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് വച്ചിരിക്കുക, മകളാണെന്നും പറഞ്ഞു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, പോകാം. ഞാൻ വരുന്നില്ല, എനിക്കിവിടെ മതി. ടെൽസ, നിന്നോടാ പറഞ്ഞത് വരാൻ. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ, നാളെ വരാം. നാളെ നിന്നെ ആര് കൂട്ടിക്കൊണ്ടുവരും? ഇവിടെ ആരുമില്ല നിന്റെ പുറകെ നടക്കാൻ. ഞാൻ കൊണ്ടുവിട്ടോളാം ആന്റി. ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ. എന്നോട് സംസാരിക്കാൻ നീ ആരടി? നിനക്ക് വല്ലതും ഞണ്ണാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും തിന്നോണ്ട് കിടന്നാ മതി ഇവിടെ. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വർത്താനം പറയണ്ട. നിന്റെ കാര്യത്തില് അധികം വൈകാതെ ഞാനൊരു തീരുമാനം ഉണ്ടായിക്കോളാം. വാടി ഇവിടെ വരാൻ. കേറടി. ഞങ്ങളുടെ ശല്യം തീർന്നല്ലോ എന്ന് നീ സമാധാനിക്കണ്ട. ഇനിയും ഞാൻ വരും. അത് ഇങ്ങനത്തെ വരവായിരിക്കത്തില്ല കേട്ടോ. ആ വരവിന് നീ ഇവിടെ ഉണ്ടാവാതിരുന്നാൽ അത് നിന്റെ ഭാഗ്യം. ആന്റപ്പാ, നിന്റെ മുതലാളിയോട് പറഞ്ഞേക്ക്, പുളിക്കൽ വീട്ടുകാര് ഇതൊരിക്കലും ക്ഷമിക്കത്തില്ല എന്ന്. അലീന, എന്താ പപ്പ? ആ സ്ത്രീ നിന്റെ റൂമിൽ കയറി വന്നോ? ആ, കാണാൻ വേണ്ടി വന്നായിരുന്നു, പോയി. അവരെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചു. നീ എന്തു പറഞ്ഞു? സ്റ്റാൻലി പപ്പയുടെ മകളാണെന്ന്. അങ്ങനെ പറയരുതായിരുന്നോ? ഒന്നല്ല, 7 തവണ പറയണായിരുന്നു. അവരുടെ ചെവിയിലോട്ട് കയറണമെങ്കിൽ അത്രയെങ്കിലും വേണം. അവൾ ആരാണെന്ന് മോക്ക് മനസ്സിലായോ? ആ, മനസ്സിലായി.
ആൻഡപ്പൻ ചേട്ടൻ പറഞ്ഞു തന്നു. എന്റെ ഫാമിലി സ്പോയിൽ ചെയ്തത് അവളാ, റീത്താമ്മ. റീത്താമ്മ എന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? എന്താ പപ്പ, അതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ടോ? ഉണ്ട്. അവൾക്ക് ആ പേര് കിട്ടിയത് കറക്റ്റാ. എല്ലായിടത്തും കൊണ്ടുപോയി റീത്ത് വെക്കുന്ന തള്ള റീത്താമ്മ. മനുഷ്യര് നന്നായിട്ട് ജീവിക്കുന്നത് കണ്ട അവൾക്ക് സഹിക്കില്ല. അത് പൊളിച്ച് നശിപ്പിച്ച് അവിടെ റീത്ത് വെക്കും. അതാണ് റീത്താമ്മ. എന്ത് നല്ല പേരല്ലേ? എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കാൻ പറഞ്ഞതല്ല. എന്റെ ശവപ്പെട്ടിക്ക് പണ്ടേ അവൾ ഓർഡർ കൊടുത്ത് വെച്ചിരിക്കുക, റീത്ത് വയ്ക്കാൻ. അത് വെച്ചിട്ടേ അവൾ അടങ്ങത്തുള്ളൂ. പപ്പയോട് എന്തിനാ എനിക്ക് വിരോധം? ഞാൻ ചെലവിന് കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്ന ക്യാഷും കൊടുക്കുന്നുണ്ട്. കാറ് വാങ്ങിച്ചത് എന്റെ പൈസ കൊണ്ടാ. വീട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനാണ് ഏറ്റവും വലിയ ശത്രു. ഒരു കാരണവും ഇല്ലാതെ ശത്രുത വരുമോ പപ്പ? എനിക്കറിയില്ല. അവൾക്ക് എന്തെങ്കിലും ഉളുമ്പൻ കാരണം കാണുമായിരിക്കും. എനിക്ക് റീത്താമ്മയും കണ്ടൂടാ. അതിന് പ്രത്യേകിച്ച കാരണമൊന്നും വേണ്ട. അവരുടെ മുഖം കാണുമ്പോ എന്റെ ശരീരത്തിലൊരു ബാധ കയറും. ആ സ്ത്രീയാണോ പപ്പയും പപ്പയുടെ ഫാമിലിയും തമ്മിൽ തെറ്റിച്ചത്? പിന്നെ അല്ലാതെ വേറെ ആരാ? നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു ആ സ്ത്രീ. ഇല്ല, 3 മാസത്തെ അവധി തന്നിട്ടുണ്ട്. 90 ദിവസത്തിനകത്ത് പോയാൽ മതി. പോകാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയാവുന്ന മട്ടില്ല എനിക്ക് വാർണിംഗ് തന്നത്. അവള് ചെയ്യട്ടെ. എന്റെ സാമാന്യ മര്യാദ വെച്ചാ ഞാൻ അവളെ എന്റെ വീട്ടിൽ കയറ്റിയത്. മര്യാദയില്ലെങ്കിൽ മര്യാദ കെട്ടവനാകാനും എനിക്കറിയാം. ഞാൻ കാരണം പപ്പയുടെ ഫാമിലിക്ക് ഒരു കുഴപ്പവും വരരുതെന്ന എന്റെ ആഗ്രഹം. ഞാൻ വേണമെങ്കിൽ തിരിച്ചു പൊയ്ക്കോളാം. ഞാൻ നിന്നോട് പോകണമെന്ന് പറയാനല്ല വന്നേ. എന്റെ ഫാമിലിക്ക് ഇനി നീ കാരണം പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരാനില്ല. നീ വരുന്നതിന് മുമ്പും അതിങ്ങനെ തന്നെയാ. നീ ഇവിടുന്ന് പോയാലും അതങ്ങനെ തന്നെ തുടരും. ഇപ്പോ ഞാനാണല്ലോ പപ്പ അവരുടെ പ്രശ്നം. അത് ഞാൻ സോൾവ് ചെയ്തോളാം. ഇപ്പൊ തന്നെ പപ്പ കുറെ അധികം കുടിച്ചിട്ടുണ്ട്, കണ്ടാലറിയാം. പപ്പയ്ക്ക് ടെൻഷൻ ആയതുകൊണ്ടല്ലേ? അതുകൊണ്ടാ ഞാൻ പറയുന്നേ. വഴക്കൊന്നും വേണ്ട, സമാധാനല്ലേ പപ്പ ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കുറെ വർഷങ്ങളായി ജീവിച്ചു വരികയാ. കുറച്ച് പട്ടികൾ മാത്രമുണ്ട് കൂട്ടിന്. ആർക്കും ഒരു കുഴപ്പമില്ല. ആരും എന്നെ കാണാനും വരാറില്ല. ആരും എന്റെ സുഖവും ദുഃഖവും അന്വേഷിക്കാറുമില്ല. ഇപ്പൊ നീ ഇവിടെ വന്ന് കയറിയപ്പോ അവർക്കൊക്കെ എന്ത് മാറ്റം സംഭവിച്ചു? അവർക്കുള്ള സപ്ലൈ ലൈൻസ് ഒന്നും മുറിഞ്ഞിട്ടില്ല. നമ്മൾ അവരുടെ യുദ്ധത്തിന് ചെന്നിട്ടുമില്ല. എല്ലാം തടസ്സമില്ലാതെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ പ്രശ്നം? അവര് നോക്കുമ്പോ ഞാൻ വെറും ഒരു പെണ്ണല്ലല്ലോ, പപ്പയുടെ മകള്. അത് എങ്ങനെ ഉണ്ടായി? എവിടെയായിരുന്നു? എവിടുന്ന് വന്നു? ആരെങ്കിലും ഇനി വരാനിരിക്കുന്നുണ്ടോ? ഞാൻ എന്തൊക്കെ കൈവശപ്പെടുത്തും? എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു പോവോ? പപ്പയുടെ സ്വത്തിന്മേൽ അവകാശവും അധികാരവും സ്ഥാപിക്കൂ? അവർക്ക് എന്തൊക്കെ നോക്കണം പപ്പ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും നോക്കും. പപ്പ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തരുന്നില്ലെന്നും പപ്പയ്ക്കുള്ളതെല്ലാം അവർക്ക് മാത്രമുള്ളതാണെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്? ബോധ്യപ്പെടുത്താം. അവരിങ്ങ് വരട്ടെ. ഇനിയും വരുമെന്നാണല്ലോ പറഞ്ഞേ. വരട്ടെ, കാണാം. നിനക്ക് ടെൻഷൻ ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം പപ്പ വന്നതാ. ആ, എനിക്ക് ടെൻഷനുണ്ട്. എന്നെ ഓർത്തിട്ടല്ല, പപ്പയെ ഓർത്തിട്ടാ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്നെ നോക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അത് നീയും മനസ്സിലാക്കണം, അവരും മനസ്സിലാക്കണം. ഓക്കെ? ശരി, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം.